Hi, good morning. Welcome back to Easy Crack UGC NET Computer Science Malayalam channel. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് അപ്ലിക്കേഷൻസ് കോഡ് നമ്പർ 87 ആണ്. അപ്പോൾ ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതിൽ നിങ്ങൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് അല്ലേ. എല്ലാ ടോപ്പിക്സിനും നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇമ്പോർട്ടൻ്റ് ആ ടോപ്പിക്സിന് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ്, അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. നമ്മൾ ഒരിക്കലും ഈ ഒരു പോർഷൻസ് നോക്കാതെ നമ്മൾ എക്സാമിന് പോകരുത്. ഒഴിച്ചുകൂടാൻ പറ്റാത്തത്, ഒഴിവാക്കാൻ പറ്റാത്ത ടോപ്പിക്സ് ഏതൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇത് മാത്രം പഠിച്ചാൽ UGC NET ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടിയേ ഉള്ളൂ, എക്സാമിങ് അടുത്തു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം, പഠിച്ചിട്ടുണ്ടോ എന്നൊന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മാത്സ്, അതായത് ഡിസ്ക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ അല്ലേ, ഇത് നമുക്ക് മാക്സിമം നമുക്ക് 8 മാർക്ക് വരെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക. 8 മാർക്കിന് വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2020, 2021, 2022 നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരു ആവറേജ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം. അപ്പം അതിലൊരു 8 മാർക്കിന് വരെ നമ്മുടെ മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പോർഷൻസ് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും കവർ ചെയ്തിരിക്കുക. പ്രൊപ്പോസിഷണൽ ഇക്വലൻസ്, റൂൾസ് ഓഫ് ഇൻഫറൻസ്, ആ തിയറം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അത് വെച്ചിട്ട് ഈക്വൽ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനുണ്ടാവും. പിന്നെ ഗ്രാഫ് തിയറിയിൽ നമ്മൾ ഐസോമോർഫിക് ആണോ അല്ലെങ്കിൽ റെഗുലർ ആണോ, ഗ്രാഫ് റെഗുലർ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പ്ലാനാർ ഗ്രാഫാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യനെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും പോർഷൻ നിങ്ങൾ മസ്റ്റായിട്ടും ഒന്ന് പഠിക്കുക. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക. അപ്പോൾ നിങ്ങളത് പഠിച്ചിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ ആണ്. കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചറിൽ നമ്മൾ സാധാരണ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഡിസൈൻ എന്ന് പറയാറുണ്ട് അല്ലേ, COD എന്ന് പറയാറുണ്ട്. സോ അങ്ങനെയൊക്കെ. അപ്പം കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ അല്ലേ, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഒരു 10 മാർക്കിന് വരെ രണ്ടും കൂടെ COA ആൻഡ് ഡിജിറ്റൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് 10 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിസ്ക് കമ്പ്യൂട്ടർ ആൻഡ് സിസ്ക് കമ്പ്യൂട്ടർ. അത് ഡിഫറൻഷ്യേറ്റ് ചെയ്തൊന്ന് പഠിക്കുക. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അഡ്രസ്സിങ് മോഡ്സ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അഡ്രസ്സിങ് മോഡ്സ് ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ കൺട്രോൾ യൂണിറ്റിൽ വെച്ച് നമ്മൾ ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ മെമ്മറി ഹയറാക്കി, അതിൽ മോസ്റ്റ് ആയിട്ടുള്ള വരുന്നതാണ് ക്യാഷ് മെമ്മറി വെച്ചുള്ള പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഇൻസ്ട്രക്ഷൻ സൈക്കിള്, പിന്നെ ഇൻട്രപ്റ്റ് വെച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്, സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇത് കുറിച്ചിട്ടുള്ള മാസ്കബിൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ്റെ അകത്ത് നിന്ന് നമുക്ക് 10 മാർക്ക് വരെ, ഡിജിറ്റലും കൂടെ കമ്പൈൻ ചെയ്ത് 10 മാർക്ക് വരെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അതിൽ ഡിജിറ്റലിൽ വരുന്നതാണ് നമ്പർ കൺവേർഷൻസ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഹെക്സാഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻസ് എന്തായാലും പഠിച്ചിരിക്കുക, അതിൻ്റെ കാര്യങ്ങൾ. പക്ഷേ നമ്പർ കൺവേർഷൻസ് നിങ്ങൾ നോക്കിയിരിക്കുക. പിന്നെ കോമ്പിനേഷൻ സർക്യൂട്ട്സ് നോക്കുക. പിന്നെ ഡീകോഡേഴ്സ് ഒക്കെ ചോദിക്കാറുണ്ട്, ഡീകോഡർ അല്ലെങ്കിൽ മൾട്ടിപ്ലക്സർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ബൂളിയൻ ലോ ആൻഡ് തിയറംസ്, അത് വെച്ചിട്ടുള്ള ബൂളിയൻ അബ്സോർപ്ഷൻ തിയറം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, അങ്ങനത്തെ കുറച്ച് അബ്സോർപ്ഷൻ, പിന്നെ A ട്രാൻസ്ഫർ സിസിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഡിമോർഗൻസ് തിയറം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ മാപ്പ് വെച്ച് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം. അപ്പോൾ അങ്ങനത്തെ ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് അതൊക്കെ വെരിഫൈ ചെയ്യുക നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പം അതിൽ രണ്ടും കൂടെ 10 മാർക്ക് വരെ നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നും ഒഴിച്ചു കൂടരുത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ്. ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് ലാംഗ്വേജസ് കാര്യങ്ങളൊക്കെ. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒക്കെ ഒഴിവാക്കാം. അത് അത്രയും കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഇത് നിങ്ങൾക്ക് എളുപ്പമുള്ളവരുണ്ടെങ്കിൽ, ഈസി ആയിട്ടുള്ളവരുണ്ടെങ്കിൽ പഠിച്ചോളൂ, ഞാൻ പറയായിരുന്നു. അപ്പോൾ ഇതിൽ ടോക്കൺസ് നമുക്കറിയാം, അറേ ആൻഡ് സ്ട്രക്ചേഴ്സ്, യൂണിയൻ വെച്ചിട്ടുള്ളതൊക്കെ പ്രോഗ്രാം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, ഇതിലെന്താണ്, എറർ എന്താണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. സ്ട്രിങ്, പോയിൻറ്റേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ബേസിക് നോളജ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ചെയ്ത് നോക്കിയാൽ മതിയാവായിരിക്കും. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് സാധാരണ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ,
ഇനി DBMS ആണ്. DBMSന് നമുക്ക് 7+, 7 കൂടുതൽ മാർക്കിന് ചോദിക്കാറുണ്ട് DBMS സാധാരണയായിട്ട്. അപ്പോൾ അതിൽ നോർമലൈസേഷൻ നിങ്ങൾ ഒരിക്കലും കളയരുത്. നോർമലൈസേഷൻ 1NF 2NF BCNF ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന നോർമലൈസേഷൻ മെത്തേഡ്സ് നമ്മൾ എന്തായാലും നോക്കി വെക്കുക. പിന്നെ കീ കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പ്രൈമറി കീ, കാൻഡിഡേറ്റ് കീ കോൺസെപ്റ്റ്, അതിൻ്റെ ഫോറിൻ കീ, ഏതാണ് കാൻഡിഡേറ്റ് കീ, അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫോറിൻ കീ അതിൻ്റെ കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ, എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ട്രാൻസാക്ഷൻ മാനേജ്മെൻറ്റ്, ട്രാൻസാക്ഷൻ എന്താ നിങ്ങൾ നോക്കിയിരിക്കണം, അതിൽ ഇക്വലൻ്റ് ആണോ അല്ലെങ്കിൽ ലോസി ആണോ ലോസ്ലെസ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും വരുന്നതാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ SQL ഞങ്ങൾ സാധാരണ നമ്മൾ സെലക്ട് ക്വറി വെച്ചിട്ടുള്ള എല്ലാ വേരിയേഷൻസും നിങ്ങൾ നോക്കിയിരിക്കുക. അതിൻ്റെ അഗ്രിഗേറ്റ് ഫംഗ്ഷനും വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. അതെന്തായാലും വരാൻ ചാൻസ് ഉള്ളതാണ്, ഒരു ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾ അതിൽ വരുന്ന DML നിങ്ങൾക്കറിയാം, ഡിലീറ്റ്, ഇൻസെർട്ട്, സെലക്ട്, അങ്ങനത്തെ ആ ക്വറീൻ്റെ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് മസ്റ്റായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കുക. SQL വരാവുന്നതാണ്. സെലക്റ്റാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അത് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ DML മൊത്തമായിട്ട്, അതായത് സെലക്ട്, ഇൻസെർട്ട്, ഡിലീറ്റ്, ആ ഒരു സംഭവം നിങ്ങൾ ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. അതൊന്ന് വെരിഫൈ ചെയ്യുക. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ഒഴിവാക്കരുത്. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാത്ത ഒരു UGC NET എക്സാം ഉണ്ടാവാറില്ല. ഓക്കെ, നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നും 9 മാർക്ക് വരെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ പ്രോസസ് ഷെഡ്യൂളിംഗ് നിങ്ങൾക്ക് അറിയാം, FCFS, ഷോർട്ടസ്റ്റ് ജോബ്, പ്രിയംറ്റീവ് ആയിട്ടുള്ള ഷെഡ്യൂളിംഗ് ഒക്കെ നമ്മൾ നോക്കി വെക്കുക. പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കി വയ്ക്കുക. പിന്നെ അതിൽ വരാവുന്ന വേറെയാണ് ഫോർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫോർക്ക്, പിന്നെ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യുക പ്രോസസ് ഷെഡ്യൂളിങ്ങിൻ്റെ കേസിൽ. പിന്നെ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻസ് ചോദിക്കാറുണ്ട്. ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം, പിന്നെ IPC, ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ IPC പ്രോബ്ലംസ് ഏതൊക്കെയാണ് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഡെഡ്ലോക്ക് അവോയ്ഡൻസ്, പ്രിവെൻഷൻ, ഡിറ്റക്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. ബാങ്കേഴ്സ് അൽഗോരിതം, അതിൻ്റെ നമ്മൾ ചോദിക്കാറുണ്ട് അതിൻ്റെ പ്രോസസ്സ് റിക്വയർമെൻറ്റ് എത്രയാണ്, എത്ര പ്രോസസ്സ് വേണം, എത്ര റിസോഴ്സസ് അവൈലബിൾ ആണ്, ഡെഡ്ലോക്ക് വരാതിരിക്കാൻ എന്ത് ചെയ്യാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഡെഡ്ലോക്ക് അവോയ്ഡൻസ്, റിക്കവറി, അവോയ്ഡൻസ്, പിന്നെ ഡെഡ്ലോക്ക് റിക്കവറി, പിന്നെ ഡിറ്റക്ഷൻ, ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ, കുറേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ മെമ്മറി മാനേജ്മെൻറ്റ് വരുന്നതാണ് നമ്മുടെ പേജിങ് ആൻഡ് സെഗ്മെൻറ്റേഷൻ, പിന്നെ ഫ്രെയിമിങ്, അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. പിന്നെന്താണ്, പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതംസ് ഉണ്ട് അല്ലേ. പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതംസ് അതെന്തായാലും നോക്കാം കേട്ടോ, പേജ് റീപ്ലേസ്മെൻറ്റ്. പിന്നെ നിങ്ങളിതിൽ നോക്കണം, ഡിസ്ക് ഷെഡ്യൂളിങ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഡിസ്ക് ഷെഡ്യൂളിങ് അത് എഴുതാൻ വിട്ടുപോയി. ഡിസ്ക് ഷെഡ്യൂളിങ് നോക്കണം. അപ്പോൾ അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ പേജ് റീപ്ലേസ്മെൻറ്റ് പഠിച്ചു. പിന്നെ ഡിമാൻഡ് പേജിങ് വരാറുണ്ട്. ഡിമാൻഡ് പേജിങ് അത് വെച്ചിട്ടുള്ള ആ കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ നോക്കുക. പിന്നെ അലൊക്കേഷൻ ഓഫ് ഫ്രെയിംസ്, അങ്ങനത്തെ കാര്യങ്ങൾ അല്ലേ, മെമ്മറി അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ ലോജിക്കൽ അഡ്രസ് സ്പേസ്, ഫിസിക്കൽ അഡ്രസ് സ്പേസ്, അത് വെച്ചിട്ടുള്ള, പിന്നെ ക്യാഷ് മെമ്മറിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം ആ ഒരു ഏരിയ നിങ്ങളൊന്ന് തറവായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. മെമ്മറി മാനേജ്മെൻറ്റിൻ്റെ പേജിങ്, സെഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന്, ക്യാഷ് മെമ്മറി, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. പിന്നെ റെയ്ഡിൻ്റെയും കുറച്ച് ചോദിക്കാറുണ്ട്, പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിന് 5+, 5 കൂടുതൽ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ കളയരുത്. കാരണം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ വൈറ്റ് ബോക്സ്, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്, അങ്ങനത്തെ ടെസ്റ്റിംഗ് ഉണ്ടല്ലോ. ബീറ്റ ടെസ്റ്റിംഗ്, ആൽഫ ടെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ടെസ്റ്റിംഗ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ മാച്ചിങ് ആയിട്ട് നമ്മൾ ചോദിക്കാറുണ്ട്. പാർട്ട് A, പാർട്ട് B തന്നിട്ട് മാച്ചിങ് ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. പിന്നെ കോസ്റ്റ് ആൻഡ് എഫേർട്ട് എസ്റ്റിമേഷൻ, അത് കൊക്കോമോ മോഡലൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ കപ്ലിംഗ് ആൻഡ് കൊഹിഷൻ, ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. മോഡുലാരിറ്റി, ഈ ഒരു നിങ്ങൾ നോക്കിയിരിക്കുക. കപ്ലിംഗ്, പിന്നെ സോഫ്റ്റ്വെയർ കപ്ലിംഗ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽസ്, അതാണ് നമ്മുടെ വാട്ടർഫോൾ മോഡൽ, പിന്നെ റാപ്പിഡ്
ഡെവലപ്മെൻറ്റ്, പിന്നെ അജൈൽ ടെക്നോളജി ഒക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഒരു ടെക്നിക്കൽ വേർഡ് സ്ക്രം മാസ്റ്റർ, സ്ക്രം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊന്നും ജസ്റ്റ് ചെക്ക് ചെയ്യുക കേട്ടോ. അജൈലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറെ ഉണ്ടല്ലോ ഐട്രേറ്റീവ് മെത്തേഡ്, അങ്ങനത്തെ കുറേ നമ്മുടെ പണ്ടേയുള്ള വാട്ടർഫോൾ മോഡൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽസ് ഒന്ന് നോക്കുക. പിന്നെ സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് അതൊന്ന് ചെക്ക് ചെയ്യുക. അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വരുന്നതാണ് RMM എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, അതൊന്ന് നോക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സ്പൈറൽ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ എന്തിൽ വരുന്നത്, ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വരുന്നത്. തിയറി പാർട്ടാണ്, നിങ്ങൾ അത് ഒഴിവാക്കരുത്. ഇതൊന്ന് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ ടൈം കൺസ്യൂമിങ് അല്ലാത്തൊരു ഏരിയ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്യുക. ടെസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കോസ്റ്റ് ആൻഡ് എഫർട്ട് അതിൻ്റെ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഡേറ്റ സ്ട്രക്ചേഴ്സിന് നമുക്ക് 10 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡേറ്റ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക. സ്റ്റാക്കിൻ്റെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. സ്റ്റാക്കിൻ്റെ അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റാക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ്. ഡേറ്റ സ്ട്രക്ചർ ഇത് വരാത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാവില്ല. പ്രിഫിക്സ് നിന്ന് പോസ്റ്റ് ഫിക്സിലേക്കോ, പിന്നെ ട്രീ ഒക്കെ ആണെങ്കിൽ പ്രീ ഓർഡർ, ഇൻ ഓർഡർ, അതിൽ വരുന്ന ബൈനറി ട്രീയുടെ നമ്മൾ കുറേ കോൺസെപ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബൈനറി സെർച്ച് ട്രീ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിൽ വരുന്ന നമ്മുടെ എത്ര കൺസ്ട്രക്ട് ചെയ്യാമെന്ന് 2n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു n-1 ഫാക്ടോറിയൽ, ഇതൊക്കെ അല്ലേ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പെട്ടെന്ന് ആൻസർ കിട്ടുന്ന, തെറ്റിപ്പോവാതെ ആൻസർ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. പിന്നെ ഗ്രാഫിൽ വരുന്നതാണ് DFS ആൻഡ് BFS അല്ലേ, ഡെപ്ത് ഫസ്റ്റ് ആൻഡ് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്, അതും ചെക്ക് ചെയ്യുന്നതാണ്. പിന്നെ മിനിമം സ്പാനിങ് ട്രീ കാണാൻ വേണ്ടി ചോദിക്കാറുണ്ട്, അത് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ ടൈം കോംപ്ലക്സിറ്റീസ്, എല്ലാത്തിൻ്റെയും ടൈം കോംപ്ലക്സിറ്റി നമ്മൾ പഠിച്ചു വെക്കുക. സ്റ്റാക്കിൻ്റെ ഒക്കെ ഓർഡർ ഓഫ് 1 നമുക്ക് അറിയുന്ന കേസാണ്. ഇപ്പോൾ എല്ലാ ട്രീൻ്റെ ആണെങ്കിലും ടൈം കോംപ്ലക്സിറ്റീസ് ചോദിക്കാറുണ്ട്, അത് മാച്ചിങ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇവിടെ ഓർഡർ ഓഫ് n തരും, ഓർഡർ ഓഫ് n², ഓർഡർ ഓഫ് n log n, അങ്ങനത്തെ കുറേ മേർജ് സോർട്ടിൻ്റെത്, ഹീപ്പ് സോർട്ടിൻ്റെ ഒക്കെ എന്താണ് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി എന്താണ് ചോദിച്ചിട്ടുള്ള മാച്ചിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ഡിസൈൻ ടെക്നിക്ക്, ഡിവൈഡ് ആൻഡ് കോൺകർ, ഫ്ലോയിഡ് വാർഷാൽ അൽഗോരിതം, ഇതിൻ്റെയൊക്കെ ഡിസൈൻ ടെക്നിക്സ് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ആൻഡ് B+ ട്രീയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊന്ന് അക്കം ചെക്ക് ചെയ്യുക. 10 മാർക്കിന് വരാവുന്ന ക്വസ്റ്റ്യൻ അല്ലേ, 10 മാർക്ക് വരെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം ഈ ഒരു ഏരിയയിൽ നിന്ന്. നിങ്ങൾ ഇത്രയും ഇത് എന്തായാലും ചെക്ക് ചെയ്യാതെ പോകരുത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ ആൻഡ് കമ്പൈലേഴ്സ് ആണ്. ഇതൊന്നും രണ്ടും കൂടെ നമുക്ക് 10 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. പക്ഷേ നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചെയ്താലും നമുക്ക് ആൻസറിൽ തെറ്റിപ്പോവാതെ നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. നമ്മുടെ സാധാരണ റെഗുലർ എക്സ്പ്രഷൻ, അതായത് നമുക്കൊരു DFA തന്നിട്ടുണ്ടാവും. ആ DFAന്ന് റെഗുലർ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനായിട്ട്, റെഗുലർ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറേ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക, റെഗുലർ എക്സ്പ്രഷൻസ്. പിന്നെ DFA ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേഷൻ, നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേഷൻ, പുഷ് ഡൗൺ ഓട്ടോമേറ്റ, കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമേഴ്സ്, പിന്നെ നോർമൽ ഫോംസ്, ചോംസ്കി നോർമൽ ഫോം, ഗെയ്ബാക്ക് നോർമൽ ഫോം, അങ്ങനത്തെ നോർമൽ ഫോംസ് നോക്കുക. കോണ്ടസ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ്, ഇതിൻ്റെ നമ്മൾ ഏതാണ് സബ്സെറ്റ് ഓഫ് ഏത് ലാംഗ്വേജ്, ഓരോ ലാംഗ്വേജസ് ഉണ്ട് റെഗുലർ, അതിന് ഏത് സബ്സെറ്റ് ആണ് എന്നുള്ള ചോദിക്കാറുണ്ട്. ഓരോ കോണ്ടസ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ്, കോണ്ടസ്റ്റ് ഫ്രീ ലാംഗ്വേജ്, അങ്ങനത്തെ കുറേ. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു ഏതിന് സബ്സെറ്റ് ആണ് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു മാച്ചിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾ കളയരുത്. ഓക്കെ, പിന്നെ ഇതിൽ വരുമ്പോൾ കമ്പൈലർ ഡിസൈനിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ ഫേസസും ലെക്സിക് അനാലിസിസ്, സിൻടാക്സ്, സെമാൻറ്റിക്സ്, അങ്ങനെ കുറേ ഫേസസ് ഉണ്ടല്ലോ, 9 ഫേസസ് ഉണ്ട്. അപ്പോൾ ആ ഫേസസ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചിരിക്കുക. പിന്നെ ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് പാസേഴ്സ് ഉണ്ട്, അത് കറക്റ്റായിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷനും അതിൽ വരുന്നത് ഏതെല്ലാം LR പാസർ, LR1, LL1 ആണോ ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ 2 ഏരിയയും തറോ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. ഇതിൻ്റെ ആ കോൺസെപ്റ്റ് ക്ലിയർ ആയി പഠിച്ചു കഴിഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നല്ലൊരു സബ്ജക്റ്റാണ് കമ്പ്യൂട്ടർ ഡിസൈനും തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതിൽ നമ്മൾ കുറേ ഏരിയസ് നമുക്ക് കവർ ചെയ്യാനുണ്ടാകും പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇത്രയും ഏരിയ നിങ്ങൾ എന്തായാലും കളയരുത്. സബ്നെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ലെയറിൽ വരുന്നതാണ്. നമ്മൾ 7 ലെയേഴ്സും നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. പക്ഷേ ഇത്രയും ഏരിയ നിങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സബ്നെറ്റ് നമ്പർ ഓഫ് ഹോസ്റ്റ് എത്രയാണ്, നമ്പർ ഓഫ് നെറ്റ്വർക്ക് ഐ ഡി എത്രയാണെന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്രയും നമ്പർ ഓഫ് ഹോസ്റ്റ് എത്രയാണെന്ന് ചോദിക്കുന്നത് അത് നിങ്ങൾ നോക്കുക. സൂപ്പർ നെറ്റിങ്, സബ് നെറ്റിങ് അങ്ങനത്തെ കോൺസെപ്റ്റ്, ക്ലാസ്ലെസ്, ക്ലാസ് എ, ക്ലാസ് ബി, ഈ നെറ്റ്വർക്ക് ലെയർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നിങ്ങൾ നോക്കുക. പിന്നെ ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോൾസ്, അതിൽ എല്ലാ പ്രോട്ടോക്കോൾസും HTTP, SMTP പ്രോട്ടോക്കോൾ അല്ലേ, അങ്ങനത്തെ കുറേ പ്രോട്ടോക്കോൾസ് ഉണ്ടല്ലോ. അപ്പോൾ ആ പ്രോട്ടോക്കോൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. FTP, DHCP, കുറച്ച് പ്രോട്ടോക്കോൾസ് ഈ ആപ്ലിക്കേഷൻ ലെയറിൽ വരുന്നത് മാച്ചിങ് ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഡിവൈസസ്, ഏതൊക്കെ ലെയറിൽ ഏതൊക്കെ ഡിവൈസസ് ആണുള്ളത് അതും മാച്ചിങ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 10 മാർക്കിന് വരെ നമുക്ക് ഇതിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ മൊബൈൽ കമ്പ്യൂട്ടിങ് ഒഴിവാക്കാം എന്നുള്ളതാണ്. എന്നാലും പിന്നെ ലെയർ മാച്ചിങ് ചോദിക്കാറുണ്ട്. ഓരോ ലെയറിൻ്റെയും നിങ്ങൾ അതിൻ്റെ ഫങ്ഷൻസ് പഠിച്ചു വയ്ക്കുക. ഡയലോഗ് കൺട്രോൾ, ഫ്ലോ കൺട്രോൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ആ മാച്ചിങ് ഒന്ന് പഠിച്ചിരിക്കുക. ഫ്രെയിമിങ്, ബിറ്റ് റെപ്രസെൻറ്റേഷൻ ഏതിലാണ്, അങ്ങനത്തെ കുറച്ച് അതിൻ്റെ ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, റൂട്ടിംഗ് വരുന്നത് എവിടെയാണ്, നെറ്റ്വർക്കിലാണ് റൂട്ടിംഗ് വരുന്നത്, അങ്ങനത്തെ പ്രോട്ടോക്കോൾസൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഓക്കെ, നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോക്കോൾസ്, BGP അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ അത് വെച്ചിട്ടുള്ള മാച്ചിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ TCP, UDP, IPv4, IPv6 അതിൻ്റെയൊക്കെ നമ്മൾ എന്ത് വരയ്ക്കുക, ആ ഒരു ഡയഗ്രം ഉണ്ടല്ലോ അത് പഠിച്ചു വെക്കുക കേട്ടോ. സോഴ്സ്, ഡെസ്റ്റിനേഷൻ എന്നുള്ള ആ സംഭവങ്ങളൊക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇത് ഒഴിവാക്കി നിങ്ങൾ എക്സാമിന് പോകരുത്. മസ്റ്റായിട്ട് നിങ്ങൾ ഇത്രയും പോർഷൻസ് നിങ്ങൾ മസ്റ്റായിട്ടും കവർ ചെയ്തിരിക്കുക. ഓക്കെ, നെറ്റ്വർക്ക് ലെയറാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നോക്കുക. സബ്നെറ്റ് കണ്ടുപിടിക്കുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഇതൊന്നും നമുക്ക് എന്താ പറയുക, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിന്ന് വരാറുണ്ട് കേട്ടോ. കറക്റ്റ് നമ്മുടെ അപ്പം മിൻമാക്സ് സെർച്ച്, പിന്നെ A*, ആൽഫ, ബീറ്റ, പ്രൂണിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ ഫസി സെറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ എന്തായാലും നോക്കി വെക്കുക കേട്ടോ. മിൻമാക്സൊക്കെ സിമ്പിളായിട്ടുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് നോക്കി തീരാവുന്നതാണ്. അപ്പോൾ എന്തായാലും നോക്കി വെക്കുക. പിന്നെ മിൻമാക്സ്, ആൽഫ, ബീറ്റ, പ്രൂണിങ് അങ്ങനത്തെ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് നോക്കി വെക്കുക. ഇത്രയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ 10 യൂണിറ്റ്സ് നമുക്കുള്ളത്. അപ്പോൾ 10 യൂണിറ്റ്സിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റും തോന്നുന്ന സബ്ജക്ട്സ് ഒരു 6 എണ്ണം ചൂസ് ചെയ്തിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്ത് ചെയ്യാം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.